ഇന്നലെ പാകിസ്ഥാൻ തോറ്റപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പുറത്താകലിൻ്റെ വക്കിലാണ്. ഇന്ത്യക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 4 ഗ്രൂപ്പായിട്ടാണ് വേൾഡ് കപ്പിൽ മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യ ഒന്നാമത്തെ ഗ്രൂപ്പിലാണ്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ USA, ഇന്ത്യ, കാനഡ, പാകിസ്ഥാൻ, അയർലൻഡ് ഈ ടീമുകളാണ് ഉള്ളത്. ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 പേരാണ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു ടീം ഇന്ത്യ തന്നെ പോകുമെന്നത് ഉറപ്പാണ്. പക്ഷേ രണ്ടാമത്തെ ടീമായിട്ട് USA പോകാനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പാകിസ്ഥാനെ വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ USA ജയിച്ചതാണ് പാകിസ്ഥാനെ പണിയായിരിക്കുന്നത്. അടുത്ത മാച്ച് പാകിസ്ഥാനും ഇന്ത്യയുമാണ്. ഈ മാച്ചിൽ ഇന്ത്യ ജയിച്ചാൽ പാകിസ്ഥാൻ 90% പുറത്താണ്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യയും USAയും കയറും. USA ഓൾറെഡി 2 കളി ജയിച്ചിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. 4 പോയിന്റ് USAയ്ക്കുണ്ട്. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുണ്ട്. ഇന്ത്യ കളിച്ച ഒരു മാച്ചിലെ ഒരെണ്ണത്തിൽ ജയിച്ചിരിക്കുകയാണ്. 2 പോയിന്റ് ഇന്ത്യക്കുണ്ട്. മൂന്നാം സ്ഥാനത്ത് കാനഡയാണ്. അവർക്ക് 2 പോയിന്റ് ഉണ്ട്. പാകിസ്ഥാനും അയർലൻഡിനും പോയിന്റ് ഒന്നും തന്നെയില്ല. അയർലൻഡ് കളിച്ച 2 മാച്ചിലും തോറ്റിരിക്കുകയാണ്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് USA, ഇന്ത്യ, പാകിസ്ഥാൻ ഇവർക്കാണ് ചാൻസ് ഉള്ളത്. പക്ഷേ US ഓൾറെഡി 2 കളി ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാന് പണിയായിരിക്കുകയാണ്. USAക്ക് ഇനി ബാക്കിയുള്ളത് ഇന്ത്യ, അയർലൻഡ്. ഇതിൽ USA അയർലൻഡുമായിട്ട് ജയിച്ചാൽ അവരായിരിക്കും സൂപ്പർ 8ലേക്ക് പോകാൻ പോകുന്നത്. പാകിസ്ഥാന് എന്ത് വില കൊടുത്തും ഇന്ത്യക്കെതിരെ ജയിക്കണം. ഇന്ത്യയുമായി തോറ്റാൽ പാകിസ്ഥാൻ പുറത്താണ്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് USAയും ഇന്ത്യയും സൂപ്പർ 8ലേക്ക് കടക്കും. ഇനി ഗ്രൂപ്പ് C നോക്കിയാൽ അവിടെ അഫ്ഗാനിസ്ഥാൻ, വെസ്റ്റ് ഇൻഡീസാണ് ആദ്യ 2 സ്ഥാനത്തുള്ളത്. അതുപോലെ ഗ്രൂപ്പ് Dയിൽ സൗത്ത് ആഫ്രിക്കയും നെതർലാൻഡും. ഗ്രൂപ്പ് Dയിൽ ആദ്യത്തെ 2 സ്ഥാനത്ത് സ്കോട്ട്ലൻഡും ഓസ്ട്രേലിയയും ഉണ്ട്. ഈ ഗ്രൂപ്പിൽ നിന്ന് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും കയറാനാണ് സാധ്യത. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.